ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ഫ്രണ്ട്സിന് നമ്മുടെ ലൊക്കേഷൻ സെൻഡ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൂഗിൾ മാപ്പ് വഴി അവർക്ക് സ്ഥലം പറഞ്ഞു കൊടുക്കാതെ തന്നെ നമ്മളിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഈ ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാപ്പ് നോക്കിയിട്ട് നമ്മളുള്ള സ്ഥലത്തേക്ക് വളരെ ഈസിയായി എത്താൻ കഴിയും. വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ പുറത്തോ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് നമ്മുടെ ലൊക്കേഷൻ, അതായത് നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളതും കൂടെ നമുക്ക് എങ്ങനെയെന്നുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലം ഈസിയായി സെൻഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വാട്സപ്പ് വഴിയാണ്. വാട്സപ്പ് വഴി എങ്ങനെയാണ് ലൊക്കേഷന് നമ്മൾ കറക്റ്റായിട്ട് സെൻഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഗൂഗിൾ മാപ്പ് വഴി നോക്കിയിട്ട് ഇപ്പോൾ ഒരു ഡോക്ടർമാർ കൊടുങ്ങല്ലൂരിൽ നിന്ന് സഞ്ചരിച്ച ഒരു വണ്ടി പുഴയിലേക്ക് മറിഞ്ഞ്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഗൂഗിൾ മാപ്പ് കൃത്യമായിട്ട് അല്ലാഞ്ഞാലും ആ ഒരു ഇത് എല്ലാം സംഭവിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് നമ്മുടെ ലൊക്കേഷൻ തെറ്റാതെ നമ്മുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുന്ന കറക്റ്റായിട്ടുള്ള രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. അപ്പോൾ നമ്മൾ വാട്സപ്പിലൂടെയാണ് നമ്മുടെ ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ആർക്കാണോ നമുക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യേണ്ടത് അവരുടെ അക്കൗണ്ട് ഒന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ആരുടെ പേര് വെച്ചാൽ ആ ആളെ പേരടിച്ചതിന് ശേഷം നമ്മൾ അവരുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ അവർക്ക് മെസ്സേജ് അയക്കുന്ന ഏറ്റവും താഴെ ഒരു ടെക്സ്റ്റിൻ്റെ ഇത് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പിൻ ഐക്കൺ കാണാൻ പറ്റും. ആ ഒരു പിൻ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സാധാരണ നമ്മൾ ഫ്രണ്ടിനൊക്കെ നമ്മൾ ഗാലറിയിലുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യുന്ന സെയിം ആ ഒരു ഐക്കണിൽ തന്നെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് ലൊക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഷെയർ ലൈവ് ലൊക്കേഷൻ, അതിൻ്റെ തൊട്ട് താഴെ തന്നെ സെൻഡ് കറണ്ട് ലൊക്കേഷൻ എന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷനാണ് അയച്ചു കൊടുക്കേണ്ടത്. നമ്മളെ കറണ്ട് ലൊക്കേഷനാണ് അയച്ചു കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഏറ്റവും മേലെ ഒരു ലെൻസ് പോലെ കാണുന്ന അതിൽ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ കറക്റ്റ് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ എവിടെയുള്ളതെന്ന് ആ കറക്റ്റ് സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ എന്നുള്ള അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്ക് ആ ഒരു കറണ്ട് ലൊക്കേഷൻ കറക്റ്റായിട്ട് അവർക്ക് എത്തിയതായിട്ട് കാണാൻ പറ്റും. ഇത് കറക്റ്റ് അവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനിലേക്കുള്ള കറക്റ്റ് എത്ര ദൂരം ഉണ്ടെന്നോ അവിടെ നമുക്ക് എപ്പോൾ എത്തുന്ന സമയം വരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ആയതുകൊണ്ട് നമുക്കത് കിട്ടൂല. ഞാൻ ജസ്റ്റ് വേറൊരു ലൊക്കേഷൻ്റെ ഇതിൽ കാണിച്ചു തരാം. ആ ഒരു ലൊക്കേഷൻ്റെ എത്ര ഡിസ്റ്റൻസ്, എത്ര സമയം കൊണ്ട് നമ്മൾ ആ ഒരു ലൊക്കേഷൻക്ക് ആളെടുത്തേക്ക് എത്തും എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. അതിനായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാപ്പ് എന്ന് കാണാൻ പറ്റും. ആ മാപ്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് സ്ഥലത്തേക്ക് എത്ര സമയത്തോണ്ട് എത്തും എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഡയറക്ഷൻ എന്നുള്ള അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് 1 മണിക്കൂറും 11 മിനിറ്റും ഏകദേശം 45 കിലോമീറ്ററാണ് അങ്ങോട്ടുള്ളത്. അതിൽ സ്റ്റാർട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥലത്തേക്കുള്ള വഴി കറക്റ്റായിട്ട് നമുക്ക് ഗൂഗിൾ മാപ്പ് പറഞ്ഞു തരും. അപ്പം അങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ലൊക്കേഷൻ അയക്കേണ്ടത്. അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് സ്ഥലത്തോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി എങ്ങനെയാണ് കറക്റ്റ് അയച്ചു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എങ്ങനെയാണ് അയച്ചു കൊടുക്കുക എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം നേരത്തെ നമ്മൾ വാട്സപ്പിലൂടെയാണ് നമ്മൾ ലൊക്കേഷൻ ഷെയർ ചെയ്തത്. ഇനി നമുക്ക് വാട്സപ്പിലൂടെ അല്ല ഷെയർ ചെയ്യേണ്ടത്, നമ്മളെ ഗൂഗിൾ മാപ്പ് കൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ജോലി സ്ഥലത്ത് എവിടെയാണെങ്കിലും നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൻ്റെ എന്തോ ആയിക്കോട്ടെ, അവിടെ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് എങ്ങനെയാണ് ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് ആ ഒരു ലൊക്കേഷൻ നമ്മുടെ ഫ്രണ്ടിന് എങ്ങനെ അയച്ചു കൊടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഏത് സ്ഥലത്താണോ നമ്മുടെ വീട് കിടക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ പേരെടുക്കുക. ഉദാഹരണത്തിന് ഞാനിവിടെ കോഴിക്കോട് എന്ന് അടിച്ചു. കോഴിക്കോട് നിന്ന് അടിച്ചതിന് ശേഷം കോഴിക്കോട് ഏത് ഭാഗത്താണ് എൻ്റെ വീട് എന്നുള്ളത് നമ്മൾ ആ ഒരു കറക്റ്റ് ഭാഗം നമ്മൾ സൂം ചെയ്ത് അവിടുത്തെ റോഡുകളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക്
കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല. ഈ റോഡുകളും ഇതിൻ്റെ ഇതൊക്കെ നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ വീടുകൾ വരെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡബിൾ ലെയർ നമുക്ക് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഡിഫാൾട്ടിലാണ് ഉള്ളത്. അത് നമ്മൾ സാറ്റലൈറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അവിടെ മാറ്റി കൊടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മൾ ആ ഒരു ഏരിയ, നമ്മുടെ വീട് കറക്റ്റ് ആ ഒരു അണ്ടർഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിലെവിടെയാണ് നമ്മുടെ വീട് വെച്ചാൽ ആ ഒരു വീട്ടിലേക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഇതിൽ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീട്, ഇത് നമ്മളെ റോഡും കാര്യങ്ങളൊക്കെ നമ്മളെ ഇതിൽ ഏത് ഭാഗത്താണ് നമ്മളെ വീട് എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതാണ് ഉദാഹരണത്തിന് നമ്മളെ വീട് എങ്കിൽ ഇവിടെ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു റെഡ് ഐക്കൺ കാണാൻ പറ്റും. ആ ഒരു ഐക്കണിലുള്ള ഫോട്ടോ, ആ ഒരു ഏരിയൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ താഴത്ത് നമുക്ക് കാണാം. ആ ഒരു ഏരിയൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ബാക്ക് അടിച്ചതിന് ശേഷം ഇവിടെ നമുക്ക് ഏറ്റവും താഴെ ആ ഒരു വീടിൻ്റെ കറക്റ്റ് ഇതെങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടതെന്നുള്ളത് തൊട്ട് താഴെ ഇവിടെ ഷെയർ എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആർക്കാണോ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് വെച്ചാൽ വാട്സപ്പിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ആണെങ്കിൽ ഫേസ്ബുക്കിലൂടെ വെച്ചാൽ ഏതാണ് നമുക്ക് ഇതിലൂടെയാണ് നമുക്ക് അയച്ചു കൊടുക്കേണ്ടത്, അതിലൂടെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്ക് തന്നെ ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ അയക്കുകയാണ്. അപ്പോൾ ആ ഒരു കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലൊക്കേഷനിലേക്കുള്ള കറക്റ്റ് വഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ള വരെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും.